أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. നാളെ UK ജമാഅത്ത് മസ്ജിദ് ഫദലിന് 100 വർഷം പൂർത്തിയാകുന്നതിനോടനുബന്ധിച്ച് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ അന്യമതസ്ഥരായ അയൽവാസി അതിഥികളെയും മറ്റും ക്ഷണിച്ചിട്ടുമുണ്ട്. അഹമ്മദിയ ജമാഅത്ത് ക്രിസ്തീയ കേന്ദ്രത്തിൽ ആദ്യമുണ്ടാക്കിയ മസ്ജിദ് എന്നതാണ് മസ്ജിദ് ഫദലിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം. പിന്നെ ഇവിടെ നിന്ന് ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനവും പ്രചാരണവും ജനങ്ങളിൽ വളരെ വിപുലമായ രീതിയിൽ ആരംഭിച്ചു തുടങ്ങി. ഇന്ന് നമ്മളെപ്പറ്റി നമ്മുടെ എതിരാളികൾ അഹമ്മദിയ ജമാഅത്ത് ബ്രിട്ടീഷുകാർ നട്ട ചെടിയാണ് എന്ന് പറയുന്നു. എന്നാൽ അവരാൽ നടപ്പെട്ട ഈ ചെടി മുഖേന അവരുടെ പാശ്ചാത്യ ദിക്കിൽ താമസിക്കുന്ന ജനങ്ങളുടെ മതത്തിൻ്റെ ദൗർബല്യം അവരുടെ രാജ്യങ്ങളിൽ വെളിപ്പെടുത്തി ഇസ്ലാമിൻ്റെ യഥാർത്ഥ സുന്ദരമായ പ്രചാരണങ്ങൾ നടത്തിവരികയും ചെയ്യുന്നു എന്നതാണ് കൗതുകകരം. ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് ഒരിക്കലും തന്നെ ഇങ്ങനെ പ്രചാരണ പരിപാടികളിൽ മുഴുകുവാൻ അവസരം ലഭിക്കുന്നുമില്ല. മസ്ജിദ് ഫദലിൻ്റെ അടിത്തറ ഇടുന്നതിന് മുമ്പേ വോക്കിംഗ് എന്ന സ്ഥലത്ത് ഒരു മസ്ജിദ് ഉണ്ടായിരുന്നു. അറിയപ്പെടുന്ന പാശ്ചാത്യരായ പക്ഷപാതികളിൽപ്പെട്ട W. ലൈറ്റ്നർ ആയിരുന്നു അത് ഉണ്ടാക്കിയത്. അയാൾ ലാഹോറിൽ ഓറിയന്റൽ കോളേജിൽ നിന്ന് റിട്ടയർഡായ പ്രിൻസിപ്പൽ ആയിരുന്നു. പിന്നെ ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തി 1889 വോക്കിംഗ് എന്ന പ്രദേശത്ത് ഒരു മസ്ജിദ് ഉണ്ടാക്കി. അതേസമയം യാദൃശ്ചികമെന്ന് പറയട്ടെ, ഈ വർഷം തന്നെയാണ് അഹമ്മദിയ ജമാഅത്തിനും ആരംഭം കുറിക്കപ്പെട്ടത്. അഹമ്മദിയ ജമാഅത്തിന്റെ അഭിവന്യ സ്ഥാപകർ ഹദ്റത്ത് മിർസ ഗുലാം അഹമ്മദ് മസീഹ് മൗഊദ് അലൈഹിസ്സലാം അഹമ്മദിയ ജമാഅത്തിന് ആരംഭം കുറിച്ചു. ഈ അറിയപ്പെടുന്ന പ്രൊഫസർ മുസ്ലിങ്ങൾക്ക് ദീനീ വിജ്ഞാനം ആർജിക്കാനും തങ്ങളുടെ ആരാധനകൾ അനുഷ്ഠിക്കാനും കഴിയുന്നതിനു വേണ്ടി പാശ്ചാത്യ വിജ്ഞാനങ്ങളുടെ ഒരു കേന്ദ്രവും തൻ്റെ മസ്ജിദിനോടനുബന്ധിച്ച് ആരംഭിച്ചു. ഈ മസ്ജിദ് ഉണ്ടാക്കുന്നതിന് വലിയൊരു സംഖ്യ നൽകിയത് ഭോപ്പാൽ ഭരണാധികാരിയായ ബീഗം ഷാജഹാൻ ആയിരുന്നു. അവരുടെ പേരിൽ തന്നെയാണ് ഇതിനും പേര് വെച്ചത്. ഏതായാലും 1899 പ്രൊഫസർ സാഹിബിന്റെ വഫാത്തിന് ശേഷം ഈ മസ്ജിദ് അടയ്ക്കുകയുണ്ടായി. അതിനെ സംരക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. പിന്നീട് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവലിന്റെ കാലത്ത് ഖാജ കമാലുദ്ദീൻ സാഹിബ് ഇവിടെ വരികയുണ്ടായി. അദ്ദേഹം അത് തുറക്കാൻ പരിശ്രമിക്കുകയും വിജയിക്കുകയും ചെയ്തു. അദ്ദേഹം ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവലിനെഴുതി, ഈ മസ്ജിദിന് ഇപ്പോൾ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. ഞാനാണ് അതിന്റെ മേൽനോട്ടക്കാരനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ വീണ്ടും ഇബാദത്ത് ആരംഭിച്ചിരിക്കുന്നു. അത് തുറക്കപ്പെട്ടപ്പോൾ ആ സമയത്ത് ഖാജ കമാലുദ്ദീൻ സാഹിബിന്റെ കൂടെ ചൗധരി സഫറുല്ല ഖാൻ സാഹിബും മസ്ജിദിൽ പോയിരുന്നു. അദ്ദേഹം അവിടെ പോയി നഫൽ നമസ്കരിക്കുകയും ദുആ ചെയ്യുകയുമുണ്ടായി. പിന്നെ കുറച്ചു കാലത്തിന് ശേഷം ഹദ്റത്ത് മുസ്ലിം മൗഊദ് മുബല്ലിഗുമാരെ അയക്കാൻ ആഹ്വാനം ചെയ്തെങ്കിലും അതിനുള്ള ഫണ്ടുകൾ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല. ഏതായിരുന്നാലും ആരുടെയോ ശ്രമഫലമായി ചൗധരി ഫത്ത് മുഹമ്മദ് സിയാൽ സാഹിബിനെ ഇവിടേക്ക് അയച്ചു.
അദ്ദേഹം പിന്നെ ഖാജ സാഹിബുമായി ചേർന്ന് കുറച്ചു കാലം പ്രവർത്തിച്ചു. തുടർന്ന് ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവലിന്റെ മരണശേഷം ഖാജ സാഹിബ് ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനിക്ക് ബയ്യത്ത് ചെയ്തില്ല. അപ്പോൾ ചൗധരി ഫത്തേ മുഹമ്മദ് സിയാൽ സാഹിബ് അദ്ദേഹത്തെ ഒഴിവാക്കി മറ്റൊരു സ്ഥലത്തേക്ക് പോയി. ഏതായിരുന്നാലും ഇതാണ് വാക്കിംഗ് മസ്ജിദ്. പക്ഷേ കൃത്യമായി മുസ്ലിം സമൂഹങ്ങൾ അല്ലെങ്കിൽ അഹമ്മദിയ ജമാഅത്ത് ഉണ്ടാക്കിയ ആദ്യത്തെ മസ്ജിദ് ഫദിൽ തന്നെയാണ്. തീർച്ചയായും ഇന്ന് ഇംഗ്ലണ്ടിലും ലണ്ടനിലും പാശ്ചാത്യ രാജ്യങ്ങളിലും മുസ്ലിങ്ങൾക്ക് നിരവധി മസ്ജിദുകളുണ്ട്. പക്ഷേ ലണ്ടനിൽ ആദ്യത്തെ മസ്ജിദ് എന്ന ബഹുമതി മസ്ജിദ് ഫദിലിന് തന്നെയാണുള്ളത്. എന്നാൽ ഇവിടെയുള്ള മറ്റ് മസ്ജിദുകളിൽ നിന്ന്, അഹമ്മദിയ മസ്ജിദുകളിൽ നിന്ന് വരുന്നത് പോലെയുള്ള ഇസ്ലാമിൻ്റെ സ്നേഹത്തിൻ്റെയും രഞ്ജിപ്പിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സുന്ദര അധ്യാപനങ്ങൾ ലോകത്ത് വരുന്നില്ല, അല്ലെങ്കിൽ പാശ്ചാത്യ ലോകത്ത് എത്തിക്കുന്നില്ല. പാശ്ചാത്യ രാജ്യങ്ങളിലും മസ്ജിദുകളുണ്ട്. അതെല്ലാം ഭരണകൂടങ്ങളുടെ സഹായത്താൽ, ചിലപ്പോൾ അമുസ്ലിം ഭരണകൂടങ്ങളുടെ സഹായം കൊണ്ട്, അതല്ലെങ്കിൽ ചില ഇസ്ലാമിക ഭരണകൂടങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്തുകൊണ്ട് നിർമ്മിച്ചവയാണ്. അതുമല്ലെങ്കിൽ അവയുടെ ചെലവുകൾ നിർവഹിച്ചു പോരുന്നു. സർക്കാരിന്റെ ഫണ്ട് കൊണ്ട് ഇപ്പോഴും പള്ളി ഉണ്ടാക്കുന്നു. ഇവിടെ ബ്രിട്ടനിലും മുസ്ലിങ്ങൾക്ക് ഫണ്ടുകൾ കിട്ടുന്നു. പക്ഷേ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദിയ ജമാഅത്തിന്റെ പ്രത്യേകത, ഈ എല്ലാ മസ്ജിദുകളും ഇപ്പോഴും ഒരു തരത്തിലുള്ള സർക്കാരി ഫണ്ടും കൈപ്പറ്റുന്നില്ല. അഹമ്മദിയ ജമാഅത്തിന്റെ പ്രത്യേകത, ജമാഅത്ത് ജനങ്ങളുടെ ചന്തകളും ത്യാഗങ്ങളും മുഖേനയാണ് മസ്ജിദുകൾ നിർമ്മിക്കുന്നത് എന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ ബ്രിട്ടനിലും അഹമ്മദിയ ജമാഅത്തിന് ത്യാഗപരമായി ഡസൻ കണക്കിന് മസ്ജിദുകൾ നിർമ്മിച്ചിരിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിലും നിരവധി മസ്ജിദുകൾ ഉയർത്തിയിട്ടുണ്ട്. ഏതായാലും ഞാൻ ഇന്ന് മസ്ജിദ് ഫദിൽ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിന്റെ ഈ അനുസ്മരണത്തിന്റെ പ്രാധാന്യത്തെ വെളിപ്പെടുത്തുന്നത് നമ്മൾ 100-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിലാണ്. ഇതിന്റെ പ്രയോജനം ലഭ്യമാവുക നമ്മൾ മസ്ജിദിന്റെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുകയും അതിനെ സജീവമാക്കുന്നതിനുള്ള ചുമതല വഹിക്കുകയും ചെയ്യുമ്പോഴായിരിക്കും. നമ്മുടെ അവസ്ഥകളെ മാറ്റാനുള്ള ചുമതല നമുക്കുണ്ട്. അള്ളാഹുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ തലമുറകളെയും പള്ളികളുമായി ബന്ധിപ്പിക്കേണ്ട ഉത്തരവാദിത്വവുമുണ്ട്. നമ്മൾ ഇസ്ലാമിക കടമകൾ നിറവേറ്റേണ്ടവരാണ്. അതുകൊണ്ട് ഓരോ അഹമ്മദിയും ഓർക്കുക, കേവലം ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ദീപാലങ്കാരം നടത്തുകയോ ചെയ്യുന്നതിൽ മാത്രം സന്തോഷിക്കരുത്. മറിച്ച് ഈ മസ്ജിദിന്റെ കടമകൾ പൂർത്തിയാക്കേണ്ടതുമാണ്. അതിന്റെ ചരിത്രം നാം നോക്കണം, അതിന്റെ ചരിത്രത്തെ പഠിക്കണം. അങ്ങനെ നമ്മുടെ അവസ്ഥകളെ സംബന്ധിച്ച് വിലയിരുത്തുക. ഇത് സംബന്ധമായി അടിസ്ഥാനപരമായ ഒരു കാര്യം എന്തെന്നാൽ, ആദ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഇസ്ലാമിനെ പാശ്ചാത്യ ലോകത്ത് പരത്തുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് നമ്മുടെ തബ്ലീഗ് പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം. ഒരു സ്ഥലത്ത് ഇസ്ലാമിനെ പാശ്ചാത്യ ലോകത്ത് പരത്തുന്നത് സംബന്ധിച്ച ഒരു ദർശനത്തെ അവലംബമാക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നു, സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നതാണ്. നമ്മളതിൽ തീർച്ചയായും വിശ്വസിക്കുന്നു. എന്നാൽ ഈ വിനീതന് ഉണ്ടായ ഒരു സ്വപ്നത്തിൽ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് എന്തെന്നാൽ, പാശ്ചാത്യ ലോകത്ത് നിന്ന് ഉദിക്കുന്ന സൂര്യൻ എന്നതുകൊണ്ട് വീക്ഷിക്കപ്പെടുന്നത് വളരെ കാലമായി കുഫ്രിന്റെയും വഴികേടിന്റെയും അന്ധകാരങ്ങളിൽ കഴിയുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ സത്യപ്രകാശത്താൽ പ്രഭാമയമാകുമെന്നും അവർക്ക് ഇസ്ലാമിൽ ഭാഗഭാക്കാകാൻ അവസരം ലഭിക്കുമെന്നുമാണ്. അദ്ദേഹം ഉച്ചസ്ഥിരം പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ രാജ്യങ്ങളിലും ഇസ്ലാം പരക്കുന്നതാണെന്ന് നമ്മളും പ്രത്യാശ പുലർത്തുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രയോജനം കൂടിയുണ്ട്. പറയുന്നു, ഞാൻ ലണ്ടൻ പട്ടണത്തിലെ ഒരു മിനാരത്തിൽ നിൽക്കുന്നതായി കാണുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ വളരെ തെളിവ് സഹിതം ഇസ്ലാമിന്റെ സത്യസാക്ഷ്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് പ്രസംഗിക്കുന്നു. അതിനുശേഷം ഞാൻ ഒരുപാട് പക്ഷികളെ പിടിക്കുകയാണ്. അവ ചെറിയ ചെറിയ മരങ്ങളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവയുടെ നിറം വെളുപ്പായിരുന്നു. അത് കുളക്കോഴി പോലുള്ള പക്ഷിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനതിന്റെ വ്യാഖ്യാനം നൽകിയത് എനിക്ക് നേരിട്ട് അല്ലെങ്കിൽ എൻ്റെ ലിഖിതങ്ങൾ അവരിലേക്ക് പരക്കുമെന്നാണ്.
അങ്ങനെ ഒരുപാട് നല്ലവരായ ഇംഗ്ലീഷുകാർ ഈ സത്യസാക്ഷ്യത്തിന്റെ ഇരകളായി മാറും. വാസ്തവത്തിൽ ഇന്നുവരെയും പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ച ദീനീപരമായ സത്യസാക്ഷ്യങ്ങൾ വളരെ കുറച്ചു മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അതായത് അള്ളാഹു ദീനീപരമായ ബുദ്ധിയെല്ലാം നൽകിയത് ഏഷ്യക്കാണ്. ഭൗതികമായ എല്ലാ ബുദ്ധിയും യൂറോപ്പിനും അമേരിക്കയ്ക്കും നൽകി. പറയുന്നു, പ്രവാചകന്മാരുടെ ശൃംഖലയും ആദ്യം മുതൽ അവസാനം വരെയും ഏഷ്യയുടെ ഭാഗം തന്നെയായിരുന്നു. ദൈവ സായുജ്യത്തിന്റെ ഔന്നത്യവും ഇവർക്കാണ് കിട്ടിയത്. ഇപ്പോൾ അള്ളാഹു അവർക്കുമേലും കാരുണ്യ കടാക്ഷം ചൊരിയാൻ ആഗ്രഹിക്കുന്നു. ചുരുക്കത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർദ്ദേശവും ആഗ്രഹവും പ്രാർത്ഥനയും സുവാർത്തകളും തുടരുന്നതിന് വേണ്ടിയാണ് ഇന്ന് അഹമ്മദിയ ജമാഅത്ത് ബ്രിട്ടനിലും ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിലും അമേരിക്കയിലും പാശ്ചാത്യ നാടുകളിലും ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം പരത്തുന്നത്. മസ്ജിദ് ഫസൽ ആരംഭിച്ചതും ഈ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നതുപോലെ വോക്കിങ്ങിലെ മസ്ജിദിൽ ഖാജ കമാലുദ്ദീൻ സാഹിബ് വന്നു. എന്നാൽ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവലിന്റെ വഫാത്തിന് ശേഷം അദ്ദേഹം ഖിലാഫത്തിന് ബയ്യത്ത് ചെയ്തില്ല. ഈ കാരണം കൊണ്ട് ചൗധരി ഫത്തേ മുഹമ്മദ് സാഹിബ് സിയാൽ ആരംഭത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ അന്ന് ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തോടൊപ്പം ഒന്നിച്ച് ജോലി ചെയ്യുന്നതിൽ പ്രയാസം തോന്നിയതിനാൽ അദ്ദേഹത്തെ ഒഴിവാക്കി വേറെ തന്നെ മറ്റു സ്ഥലത്ത് വന്ന് അഹമ്മദിയ ജമാഅത്തിന്റെ തബ്ലീഗ് ആരംഭിച്ചു. സന്ദേശം എത്തിച്ചുകൊണ്ടിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പിന്നെ വിജയങ്ങൾ ലഭ്യമായി. ചൗധരി ഫത്തേ മുഹമ്മദ് സാഹിബ് സിയാൽ ആയിരുന്നു അഹമ്മദിയ ജമാഅത്തിന്റെ ആദ്യത്തെ മുബല്ലിഗ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ജമാഅത്ത് കൃത്യമായി ഇങ്ങോട്ട് അയച്ചവരിൽ ആദ്യത്തെ ആൾ അദ്ദേഹമാകുന്നു. അദ്ദേഹത്തിന് ഏറ്റവും ആദ്യമായി ലഭിച്ച ഫലം മിസ്റ്റർ കോറിയോ ആയിരുന്നു. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായിരുന്നു. മുസ്ലിം ആവുകയും ചെയ്തു. അതിനുശേഷം പിന്നെ ഒരു ഡസനിലധികം ആളുകൾ അഹമ്മദി മുസ്ലിങ്ങൾ ആവുകയും ചെയ്തു. ചൗധരി സാഹിബിന്റെ തബ്ലീഗ് അധികവും പ്രഭാഷണങ്ങൾ മുഖേനയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ക്ലബ്ബുകളിലും സൊസൈറ്റികളിലും പോയി പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊണ്ടിരുന്നു. പിന്നെ ഇവിടെ കാദിയാനിൽ നിന്ന് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി ചൗധരി ഫത്തേ മുഹമ്മദ് സിയാൽ സാഹിബിനെ തിരിച്ചു വിളിക്കുകയും ഖാദി അബ്ദുള്ള സാഹിബിനെ മുബല്ലിഗായി അയക്കുകയും ചെയ്തു. അദ്ദേഹം അവിടെ കുറെ കാലം പ്രവർത്തിച്ചു. അദ്ദേഹവും അതായത് ഖാദി സാഹിബും സഹാബിയായിരുന്നു. ആ സമയത്തിനിടയിൽ യുദ്ധം ആരംഭിച്ചു. പ്രവർത്തിക്കുന്നത് വലിയ പ്രയാസമായിരുന്നു. ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ച ഘട്ടമായിരുന്നു. പ്രവർത്തനങ്ങൾ വളരെ പ്രയാസകരമായി. എന്നാൽ ഇവർ തബ്ലീഗ് ചെയ്തുകൊണ്ടേയിരുന്നു. ഖാദി സാഹിബിന്റെ കാലത്ത് മിഷനു വേണ്ടി ഒരു സ്ഥായിയായ സ്ഥലം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്റ്റാർ സ്ട്രീറ്റിൽ ഒരു വീട് വാടകയ്ക്കെടുത്തു. പിന്നെ ചരിത്രത്തിൽ ഇങ്ങനെയും കാണുന്നുണ്ട്. ഖാദി സാഹിബ് ഇവിടെ ഉള്ളപ്പോൾ തന്നെ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി ഹദ്റത്ത് മുഫ്തി മുഹമ്മദ് സാദിഖ് സാഹിബിനെ മുബല്ലിഗായി അയച്ചിരുന്നു. അദ്ദേഹം 1917 മുതൽ 1920 വരെ അവിടെ തങ്ങുകയുണ്ടായി. 1919 വീണ്ടും ചൗധരി ഫത്തേ മുഹമ്മദ് സിയാൽ സാഹിബിനെയും മൗലവി അബ്ദുൾ റഹീം സാബ് നെയ്യറിനെയും ഇങ്ങോട്ട് അയച്ചു. അവർ രണ്ടുപേരും നിസ്വാർത്ഥമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അഹമ്മദിയത്തിന്റെ തബ്ലീഗ് ചെയ്തുകൊണ്ടിരുന്നു. 1920 ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി ചൗധരി ഫത്തേ മുഹമ്മദ് സാബ് സിയാലിനോട് മസ്ജിദ് ഉണ്ടാക്കുന്നതിനും ഒരു കൃത്യമായ മിഷൻ ഹൗസ് ഉണ്ടാക്കാനും ലണ്ടനിൽ കുറച്ച് ഭൂമി വാങ്ങാനും പറഞ്ഞു. അങ്ങനെ അതിനുവേണ്ടി പരിശ്രമിക്കുകയും 2200 പൗണ്ടിൽ അധികം തുക കൊണ്ട് പട്ടിണി എന്ന സ്ഥലത്ത് ഈ സ്ഥലം വാങ്ങുകയുമുണ്ടായി. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനിക്ക് ഈ വിവരം ലഭിക്കുമ്പോൾ അദ്ദേഹം ഡൽഹൌസിയിലായിരുന്നു. അദ്ദേഹം അവിടെ ഒരു ഫംഗ്ഷൻ സംഘടിപ്പിച്ചു. പിന്നെ അവിടെ ആ മസ്ജിദിന് മസ്ജിദ് ഫദിൽ എന്ന പേരും നിശ്ചയിച്ചു. അതിനുശേഷം പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ തുക സ്വരൂപിക്കാൻ വേണ്ടി ചന്ത കൊടുക്കാൻ ആഹ്വാനം ചെയ്തു. ഈ ഒരു തുണ്ട് ഭൂമി ഒരു യഹൂദിയിൽ നിന്നാണ് ഹദ്റത്ത് ചൗധരി ഫത്തേ മുഹമ്മദ് സിയാൽ സാഹിബ് വാങ്ങിയത്. അതിലിപ്പോൾ പുതിയ നിർമ്മാണം നടത്തിയിരിക്കുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ ആ സമയത്ത് ഒരു വീടായിരുന്നു. ഏകദേശം 1 ഏക്കറോളം സ്ഥലവും ഉണ്ടായിരുന്നു.
പിന്നെ ഈ മസ്ജിദിൽ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടന്നത് എന്ന് ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. 1924 വിംബ്ലെ എക്സിബിഷൻ നടക്കുമ്പോൾ ചില ആദരണീയരായ ആളുകൾക്ക് ഈ അന്തർദേശീയ എക്സിബിഷനോടൊപ്പം ലോകത്തിന്റെ വിവിധ മതങ്ങളുടെയും പ്രദർശനങ്ങൾ നടത്തണമെന്ന് ചിന്തയുണ്ടായി. പാശ്ചാത്യ ആളുകൾക്ക് നല്ല പോലെ അറിവുള്ള ക്രിസ്തുമതത്തെ മാറ്റി നിർത്തി മറ്റ് മതങ്ങളെ സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിക്കാമെന്നും ലണ്ടനിൽ അവരുടെ പ്രതിനിധികളെ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് പ്രഭാഷണങ്ങൾ നടത്താമെന്നും ധാരണയായി. അതിനുവേണ്ടി അന്ന് അവിടെ മുബല്ലിഗായിരുന്ന മൗലവി അബ്ദുറഹീം സാബ് നെയ്യറിനെയും ജമാഅത്തിന്റെ പ്രതിനിധിയായി പ്രഭാഷണം നടത്താൻ ക്ഷണിച്ചിരുന്നു. മൗലാന നെയ്യർ സാഹിബ് ഖാദിയാനിൽ അറിയിപ്പ് കൊടുത്തപ്പോൾ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി അത് സ്വീകരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഏതെങ്കിലും പ്രതിനിധിയെ അയക്കാമെന്നും ഇസ്ലാമിന്റെ മേന്മകളെ സംബന്ധിച്ച് അതിൽ വിവരിക്കാമെന്നും പറഞ്ഞു. അതോടൊപ്പം ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി ഒരു പ്രബന്ധം എഴുതാൻ തുടങ്ങി. അതിൽ ഇസ്ലാമിന്റെ മേന്മകളും യഥാർത്ഥ അധ്യാപനങ്ങളും വിവരിക്കുകയുണ്ടായി. അത് ഒരു ബൃഹത് ഗ്രന്ഥമായി മാറി. പ്രഭാഷണത്തിന് വേണ്ടി അദ്ദേഹം രചിച്ച ഈ പ്രബന്ധം പിന്നീട് അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതായാലും അതിനുശേഷം ജമാഅത്ത് പ്രതിനിധികളുടെ കൂടിയാലോചന സംഘടിപ്പിക്കുകയും അതിൽ ഹദരത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബും ഹദരത്ത് അബ്ദുറഹീം സാബ് ദർദും ഏതെങ്കിലും പ്രതിനിധികളെ അയക്കുന്നതിന് പകരം ഖലീഫത്തുൽ മസീഹ് തന്നെ ഏതാനും സുഹൃത്തുക്കളുമായി അവിടെ പോകണമെന്ന ഒരഭിപ്രായം പറയുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം അവിടെ പോകാൻ തീരുമാനിച്ചു. ഡമസ്കസ്, ഈജിപ്ത് തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം യൂറോപ്പിലെത്തി. അദ്ദേഹത്തിന്റെ കൂടെ ഏതാനും ആളുകളെയും കൊണ്ടുപോയിരുന്നു. അതിൽ ഹദരത്ത് ചൗധരി സഫറുല്ലാ ഖാൻ സാഹിബും ഹദരത്ത് മീർസ ഷെരീഫ് അഹമ്മദ് സാഹിബ് എന്നിവരും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും, അതായത് ഹദരത്ത് മീർസ ഷെരീഫ് അഹമ്മദ് സാഹിബും ഹദരത്ത് ചൗധരി സഫറുല്ലാ ഖാൻ സാഹിബും സ്വന്തം ചെലവിലാണ് അവിടെ പോയത്. അതുപോലെ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയും തൻ്റെ ചെലവിനുള്ളത് കുറച്ചെല്ലാം നൽകുകയുണ്ടായി. ഏതായിരുന്നാലും ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി ഇറ്റലി, സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസ് വഴി ബ്രിട്ടനിലെത്തി. 1924 ആഗസ്റ്റ് 22 അവിടെ എത്തിയത്. അവിടെയും ഒരു കൗതുകകരമായ സംഭവമുണ്ട്. എന്നാൽ ഈ പരിണത്തിൽ ഖലീഫത്തുൽ മസീഹ് സാനിക്ക് ഒരു ദർശനം നേരത്തെ തന്നെ കാണിക്കപ്പെട്ടു. അദ്ദേഹം സമുദ്രതീരത്തിനടുത്ത് ബ്രിട്ടനിൽ ഒരു സ്ഥലത്തിറങ്ങുന്നു. ഒരു മരത്തിന്റെ മേൽ കാൽവെച്ചുകൊണ്ട് ഒരു വലിയ വിജയശ്രീലാളിതനായ സേനാപതിയെ പോലെ 4 ഭാഗത്തേക്ക് നോക്കുകയാണ്. ആ സമയത്ത് ഒരു അശരീരിയുണ്ടായി. വില്യം ദ കോൺകറർ, അതായത് ഇംഗ്ലണ്ടിലെ ആത്മീയ വിജയം അദ്ദേഹത്തിന്റെ ഇംഗ്ലണ്ട് സന്ദർശനവുമായി വിധിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ഇപ്പോൾ വെളിപ്പെടുന്നത്. പത്രങ്ങളിലും അദ്ദേഹത്തിന്റെ യാത്രയും ഇംഗ്ലണ്ടിൽ എത്തിയതും വലിയ രീതിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അദ്ദേഹം അവിടെ എത്തി ലണ്ടൻ വിക്ടോറിയ സ്റ്റേഷനിൽ ഇറങ്ങി. പോർട്ടിൽ നിന്ന് വിക്ടോറിയയിലേക്ക് പോയി. അവിടെയാണ് അദ്ദേഹം ഇറങ്ങിയത്. ഇവിടെ നിന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സംഘവും സെന്റ് പോളിന്റെ അതിമഹത്തായതും ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയതുമായ ചർച്ചിന് മുന്നിലെത്തി. അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രതാപവാനായ അള്ളാഹുവിനോട് ഇസ്ലാമിന്റെയും തൗഹീദിന്റെയും വിജയത്തിനു വേണ്ടി പ്രാർത്ഥനാനിരതനായി. തുടർന്ന് അദ്ദേഹം പട്ടണത്തിലേക്ക് പ്രവേശിച്ചു. തന്റെ സംഘത്തോടൊപ്പം പട്ടണത്തിന്റെ ഉള്ളിലേക്ക് കടന്നു. അദ്ദേഹത്തിന്റെ താമസത്തിന് വേണ്ടി ഒരു ചെറിയ സ്ഥലം നേരത്തെ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു നല്ല സ്ഥലവും വലിയ വീടും നേരത്തെ തന്നെ വാടകയ്ക്കെടുത്തു വെച്ചിരുന്നു. മതസമ്മേളനത്തിന്റെ വിഷയങ്ങളും സ്വകാര്യ സന്ദർശനങ്ങളും പൊതുപ്രസംഗങ്ങളും. ഇതിനിടയിൽ കാബൂളിൽ നെഹ്മത്തുല്ലാ ഖാൻ സാഹിബിനെ കല്ലെറിഞ്ഞ് ഷഹീദാക്കിയ വാർത്തയും കാരണം അഹമ്മദിയ ജമാഅത്തിന് വലിയ പ്രചാരണം കിട്ടി. പത്രങ്ങളിലും അത് സംബന്ധിച്ച് ചർച്ച നടന്നു. ഏതായാലും ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം മസ്ജിദിന്റെ തറക്കല്ലിടാനുള്ള ഊഴമെത്തി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താലും അതും വളരെ നല്ല രീതിയിൽ വളരെയധികം പ്രഭാവത്തോടെ നടക്കുകയുണ്ടായി. ഇതേ സംബന്ധിച്ച് ചരിത്രത്തിൽ പറയുന്നു, ബ്രിട്ടനിൽ തബ്ലീഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഉടൻ തന്നെ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി മസ്ജിദിന്റെ നിർമ്മാണത്തിന് വേണ്ടി ചിന്തിച്ചിരുന്നു. കാരണം അവിടെ കൂടെ കൂടെ വീടുകൾ മാറി മാറി തബ്ലീഗ് സംവിധാനം ഒരുക്കേണ്ടി വരുന്നത് കൊണ്ട് വളരെയേറെ നഷ്ടമുണ്ടായിരുന്നു.
ഏതായിരുന്നാലും അവിടെ ജമാഅത്തിന് ഒരു കേന്ദ്രം അനിവാര്യമായിരുന്നു. വീട് വാടകയ്ക്കെടുത്ത് ഒരു സ്ഥലത്ത് നിന്ന് മാറിക്കൊണ്ടിരിക്കുകയും ഒരു സ്ഥിരതയില്ലാതിരിക്കുന്നതും പ്രഭാവമുണ്ടാക്കുന്നതല്ല. അതുകൊണ്ടൊരു കേന്ദ്രം ഏതായാലും വേണമെന്ന ചിന്തയുണ്ടായി. പക്ഷേ ഈ പ്രവർത്തനം പ്രത്യക്ഷത്തിൽ പ്രയാസകരമായിരുന്നു. അതിനുവേണ്ടി എന്തെങ്കിലും കർമ്മപരമായ പദ്ധതി 1919 വരെയും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പൈസ സ്വരുക്കൂട്ടുന്നതും ലണ്ടനിൽ നല്ല ആളുകളുടെ താമസ സ്ഥലത്ത് അത്യാവശ്യത്തിന് ഒരു സ്ഥലം കിട്ടുകയും അത് നിയമപരമായ എന്തെങ്കിലും നിബന്ധനകളും പ്രയാസങ്ങളും ഇല്ലാതിരിക്കുകയും ചെയ്യേണ്ടതുമാണ്. ലണ്ടനിൽ വീടുകളും ഭൂമിയും വാങ്ങുന്നതും അതിൽ സ്വന്തം ഇഷ്ടപ്രകാരം കെട്ടിടമുണ്ടാക്കുന്നതും വളരെ പ്രയാസമായിരുന്നു. ഈ എല്ലാ നിബന്ധനകളും പൂർത്തിയാക്കപ്പെടുകയും പിന്നെ അതിൻ്റെ നിർമ്മാണവും മേൽനോട്ടവും എല്ലാത്തിനും ഉപരി ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നതും എല്ലാം ഈ വഴിയുള്ള തടസ്സങ്ങളായിരുന്നു. എന്നാൽ അള്ളാഹു എല്ലാ സംവിധാനവും നല്ല രീതിയിൽ ഉചിതമായ നിലയ്ക്ക് പൂർത്തിയാക്കി. ഏറ്റവും ആദ്യം പൈസ സ്വരൂപിക്കുന്ന കാര്യമായിരുന്നു. അത് പൂർത്തിയായത് ലോകമഹായുദ്ധത്തിന് ശേഷം ഒരു സമയത്ത് പൗണ്ടിന് വില കരയാൻ തുടങ്ങി. പൗണ്ടിന്റെ വില ഒരുപാട് കുറഞ്ഞപ്പോൾ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ ഹൃദയത്തിൽ ആ സന്ദർഭം പ്രയോജനപ്പെടുത്തണമെന്ന അതിയായ ആഗ്രഹമുണ്ടായി. അദ്ദേഹം ഈ സന്ദർഭം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി. അദ്ദേഹം 1920 ജനുവരി 6 ലോഹർ നമസ്കാര ശേഷം ഈ ചിന്തയുമായി തിരിച്ചു പോകുമ്പോൾ അവിടെ മസ്ജിദിൽ താമസിച്ചു വന്ന ചില ആളുകൾ നമസ്കരിക്കുന്നത് കാരണം വഴി തടസ്സമാവുകയും അദ്ദേഹം അവിടെ തന്നെ ഇരിക്കുകയുമുണ്ടായി. അവിടെ അദ്ദേഹം നാസിർ ബൈത്തുൽ മാലിനോട് പറഞ്ഞു, ഈ സമയത്ത് 14-15,000 കടമെടുത്ത് ഇംഗ്ലണ്ടിലേക്ക് അയക്കുക. പൈസ മാറ്റുമ്പോൾ ഇപ്പോൾ മൂല്യം കുറവായതിനാൽ ഒരുപാട് പൗണ്ട് ലഭിക്കുന്നതാണ്. വീട്ടിൽ എത്തിയതിനു ശേഷം ഈ ആഹ്വാനത്തിന് അന്തിമ രൂപം നൽകി. നാസിർ ബൈത്തുൽ മാലും എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം എഴുതിയപ്പോൾ 14-15,000 പകരം 30,000 എന്ന് എഴുതിയിരുന്നു. അത് കടമായി നൽകണമെന്നതിന് പകരം ചന്ത എന്ന വാക്കുപയോഗിച്ചു. ഹുസൂർ പറയുന്നു, ഇതെല്ലാം സ്വയം തന്നെ ആയതാണ്. ഈ ആഹ്വാനം എഴുതി അന്നത്തെ ദിവസം അസറിന്റെ സമയത്ത് നാസിർ ബൈത്തുൽ മാലിന് കൊടുത്തു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിനുവേണ്ടി മഗ്‌രിബിന് ശേഷം ജനങ്ങളെ വിളിച്ചു കൂട്ടുക. മസ്ജിദ് മുബാറക്കിൽ സ്ഥലം വളരെ കുറവായിരുന്നു. വിളംബരപ്പെടുത്താൻ സമയവും വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നിട്ടും ഈ ആദ്യ ആഹ്വാനത്തിൽ തന്നെ 6,000 ചന്തയായി ലഭിച്ചു. രണ്ടാമത്തെ ദിവസം സ്ത്രീകൾക്കിടയിലും ആഹ്വാനം നടത്തി. പിന്നെ അന്ന് അസറിന്റെ സമയത്ത് പുരുഷന്മാർക്കിടയിലും മസ്ജിദ് അക്സയിൽ വെച്ച് വീണ്ടും വിളംബരപ്പെടുത്തി. അവസാനം 1920 ജനുവരി 9 ജുമാ ദിവസം വിളംബരം നടത്തുകയുണ്ടായി. ജനുവരി 10-12 ഖാദിയാനിൽ നിന്ന് മാത്രം 12,000 രൂപ വരെ എത്തുകയുണ്ടായി. ഈ സാധു ജമാഅത്ത് ഖാദിയാനിലെ ആളുകൾ വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് ചന്ത സ്വരൂപിച്ചു. ഹുസൂർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ സാധു ജമാഅത്തിൽ നിന്ന് ഇത്രയധികം ചന്ത സ്വരൂപിക്കാൻ കഴിഞ്ഞത് പ്രത്യേകമായ ദൈവിക സഹായമില്ലാതെ സാധ്യമല്ലായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹുവിന്റെ പ്രത്യേക സഹായം ഈ സമയത്ത് ഈ ചന്തയോടൊപ്പം ഉണ്ട് എന്നാണ്. അദ്ദേഹം പറഞ്ഞു, ജനങ്ങളുടെ ആവേശവും കാണേണ്ടത് തന്നെയാണ്. അത് സംബന്ധിച്ച് ശരിയായി വിലയിരുത്താൻ അത് കണ്ടവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. എല്ലാ സ്ത്രീ പുരുഷന്മാരും ഒരു ഉന്മാദത്തിൽ ആറാടി ത്യാഗസന്നദ്ധരായി ചന്ത കൊടുത്തുകൊണ്ടിരുന്നു. സാധുവും അധ്വാനിയുമായ ഒരാളുടെ കുട്ടി പറയുന്നു, ഞാൻ 13 രൂപ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട്. അക്കാലത്ത് 13.5 രൂപയ്ക്കും വിലയുണ്ടായിരുന്നു. മൂല്യം കുറഞ്ഞതുകൊണ്ട് അതനുസരിച്ച് 1.5 പൗണ്ട് കിട്ടുമായിരുന്നു. ഏതായിരുന്നാലും പറയുന്നു, ഞാൻ 13.5 രൂപ സ്വരൂപിച്ചിട്ടുണ്ട്, ചന്തയായി അയക്കുകയാണ്. ഹദരത്ത് മുസ്ലിം മൗദ് പറയുന്നു, ആ കുട്ടി എന്തെല്ലാം ആഗ്രഹങ്ങളുമായിട്ടായിരിക്കും ആ പൈസ സ്വരൂപിച്ചിട്ടുണ്ടാവുക. പക്ഷേ മതപരമായ ആവേശം ദൈവിക മാർഗത്തിൽ ആ പൈസയോടുള്ള അവന്റെ ആഗ്രഹങ്ങളെപ്പോലും ബലിയാക്കി. ഏതായിരുന്നാലും ഈ ത്യാഗത്തിൽ ജനങ്ങൾ ഒരുപാട് മുൻകടന്നിരുന്നു. പിന്നെ അദ്ദേഹം പുറത്ത് ഗുരുദാസ്പൂർ, ലാഹോർ തുടങ്ങിയ സ്ഥലങ്ങളിലും ആഹ്വാനം ചെയ്തു. 30,000 രൂപ ഈ 3 ജില്ലകളിൽ നിന്ന് തന്നെ
പൂർത്തിയാകുമെന്ന് കരുതി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭയപ്പെടുന്നത് ബാക്കി ജമാഅത്തുകൾക്ക് പരാതി ഉണ്ടാകുമോ എന്നാണ്. പിന്നെ ഞാനത് കൂടുതൽ ദീർഘിപ്പിച്ചു. തുകയും കൂട്ടുകയുണ്ടായി. ആളുകൾക്ക് പുണ്യത്തിൽ ഭാഗഭാക്കാകാൻ കഴിയുന്നതിന് 1,00,000 രൂപയാക്കി. ഒരാൾ ഹദ്റത്ത് മുസ്ലിം മൗദിന് എഴുതി, അള്ളാഹു എന്നെ എൻ്റെ ലക്ഷ്യത്തിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്താലും ഞാൻ ഒരു ബിസിനസ് തുടങ്ങുകയാണ്. അതിൻ്റെ നന്ദി സൂചകമായി യൂറോപ്പിൽ അഹമ്മദിയ മസ്ജിദ് ഉണ്ടാക്കുന്നതിനുള്ള എല്ലാ ചെലവും ഞാൻ ഒറ്റയ്ക്ക് വഹിക്കുന്നതാണ്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി പറയുന്നു, ഞാൻ അതിനുള്ള അനുവാദം നൽകിയില്ല. കാരണം മറ്റുള്ളവരെയും നന്മയിൽ നിന്ന് ഒഴിവാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. ഏതായാലും ഈ തുക സ്വരൂപിച്ചു തുടങ്ങി. ഈ തുക ബാങ്ക് ഓഫ് ഇന്ത്യ മുഖേന ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. അത് 3468 പൗണ്ട് ഉണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ അവസ്ഥകളെക്കുറിച്ചും അന്നത്തെ അവസ്ഥയെ സംബന്ധിച്ച് ചിന്തിച്ചു നോക്കുക. കറൻസിയിൽ 52,000 രൂപയാണ് ഉണ്ടായിരുന്നത്. ഒരാഴ്ചക്കകം ഈ തുക സ്വരൂപിക്കാൻ കഴിഞ്ഞു. തുടർന്ന് കൂടുതൽ തുക അയക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ ആ ദിവസങ്ങളിൽ വീണ്ടും പൗണ്ടിന്റെ വിലയിടിഞ്ഞു. അതുകൊണ്ട് കുറഞ്ഞ പൈസയ്ക്ക് കൂടുതൽ പൗണ്ട് ലഭ്യമായിരുന്നു. 15 രൂപ മുതൽ 6 രൂപ വരെ പൗണ്ടിന്റെ വില ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നതുപോലെ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി ഇവിടെ വന്നതു മുതലാണ് ഈ മസ്ജിദിന്റെ ശിലാസ്ഥാപനവും നിർമ്മാണവും ആരംഭിച്ചത്. 1924 ഒക്ടോബർ 19 ഞായറാഴ്ച ദിവസം അതിന് തറക്കല്ലിട്ടു. ആ സമയത്തുള്ള ചരിത്രത്തിൽ എഴുതുന്നു, 1924 ഒക്ടോബർ 18 പത്രത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കാലാവസ്ഥാ പ്രവചനങ്ങൾ പറഞ്ഞത് കാലാവസ്ഥ പൊതുവെ നന്നായിരിക്കുമെന്നും സൂര്യൻ കാണപ്പെടുമെന്നുമാണ്. പക്ഷേ അള്ളാഹു പ്രവചനത്തെ തെറ്റാണ് സ്ഥാപിച്ചു. തന്റെ അസ്തിത്വത്തിന്റെ വ്യക്തമായ തെളിവ് നൽകി. രാവിലെ മുതൽ മഴ തുടങ്ങി. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനിക്ക് മുന്നിൽ വിഷയം അവതരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് നല്ലതാണ്. ഇത്തരം അവസ്ഥയിൽ ആളുകൾ ഉദ്ഘാടന പരിപാടിക്ക് വളരെ ആത്മാർത്ഥതയോടെ മാത്രം വരുന്നതാണ്. നാളെയും മഴയുണ്ടാകും എന്ന പ്രവചനമുണ്ട്. ഈ പ്രവചനം പൂർത്തിയാകുമോ ഇല്ലയോ എന്ന് നോക്കാം. ഏതായാലും അദ്ദേഹം പറഞ്ഞു, വരുന്ന ആളുകൾ ആത്മാർത്ഥതയോടെ തന്നെ വരുന്നതാണ്. ഈ പ്രോഗ്രാം വിജയിക്കുന്നതാണ്. ആളുകൾക്ക് ഇരുന്ന് പ്രോഗ്രാം സ്വസ്ഥമായി കേൾക്കാനും കാണാനും കഴിയുന്നതിന് വേണ്ടി ഒരു ചെറിയ പന്തലാണ് ഉണ്ടാക്കിയിരുന്നത്. വിവിധ ആളുകൾക്ക് ക്ഷണക്കത്തുകൾ അയച്ചിരുന്നു. പാർലമെന്റ് മെമ്പർമാരും ലീഡർമാരും രാഷ്ട്രീയക്കാരും നയതന്ത്ര പ്രതിനിധികളും അതിലുണ്ടായിരുന്നു. വിവിധ തരത്തിലുള്ള ആളുകൾ ഭാഗവാക്കായി. കുറഞ്ഞ സമയമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ചാളുകളെ വരൂ എന്നാണ് കരുതിയത്. പക്ഷെ എന്നിട്ടും ഒരുപാട് അതിഥികൾ വന്നു. വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്തു. ഈ പ്രോഗ്രാം എല്ലാ നിലയ്ക്കും വിജയപ്രദമായി. പ്രോഗ്രാമിന്റെ സമയത്ത്, അതായത് ശിലാസ്ഥാപനം നടക്കുമ്പോൾ, ഖലീഫത്തുൽ മസീഹ് അവിടെ നിൽക്കുകയും അദ്ദേഹം നിന്നതിന് ശേഷം ഹാഫിസ് റോഷൻ അലി സാഹിബ് സൂറത്തുൽ ലൈലും ആലയും തിലാവത്ത് ചെയ്യുകയുമുണ്ടായി. അതിനുശേഷം ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി പ്രഭാഷണം നടത്തി. അദ്ദേഹം പറഞ്ഞു, ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാര്യം തികച്ചും വ്യത്യസ്തമാണ്. അതായത് ഇന്ന് ശിലാസ്ഥാപനം നിർവഹിക്കപ്പെടുന്ന കെട്ടിടം അള്ളാഹുവിനെ അനുസ്മരിക്കുന്നതിനും അവന്റെ സവിധത്തിൽ നമ്മുടെ എല്ലാ ദാസ്യത്വവും പ്രകടിപ്പിക്കുന്നതിനും വേണ്ടിയുള്ളതാകുന്നു. അവൻ ലോകത്ത് സൃഷ്ടിച്ചവനാണ്. ഏത് രാജ്യത്ത് താമസിക്കുന്നവനും ഏത് ഭരണകൂടത്തിന് കീഴിൽ കഴിയുന്നവനും ഏത് ഭാഷ സംസാരിക്കുന്നവനും അവിടെ എത്തുമ്പോൾ ഒന്നാകുന്നു. ഈ അസ്തിത്വത്തിന്റെ കേന്ദ്രം അവന്റെ സവിധത്തിൽ എല്ലാ മനുഷ്യരും, വലിയവനും ചെറിയവനും കറുത്തവനും വെളുത്തവനും പാശ്ചാത്യനും പൗരസ്ഥനും എന്ന യാതൊരു ഭാവഭേദവുമില്ല എന്നതാണ്. കാരണം അവന്റെ അടുത്തേക്ക് എത്തുന്തോറും എല്ലാ തരത്തിലുള്ള വൈജാത്യങ്ങളും ഇല്ലാതായിത്തീരുന്നു. ഐക്യം കൂടുതൽ സുദൃഢമാകുന്നു. ആയതിനാൽ ഏതൊരു കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനത്തിന് വേണ്ടിയാണോ നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്, അത് തന്നെ ഐക്യത്തിന്റെയും അഖണ്ഡതയുടെയും ഒരടയാളമാകുന്നു. അത് നമ്മുടെ ഉത്ഭവത്തിന്റെയും തിരിച്ചുപോക്കിന്റെയും സ്ഥാനം ഒന്നാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആയതിനാൽ നമ്മൾ പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം
പരസ്പരം പോരടിക്കുകയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യരുത്. അദ്ദേഹം പറയുന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ലോകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളില്ലെങ്കിൽ നല്ലതാണ് എന്നൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ അനുഗ്രഹത്തിന്റെ ലക്ഷണമാണ്. അത് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നില്ല. എന്നാൽ മോശമായ കാര്യം സഹിഷ്ണുതയില്ലായ്മയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ സഹനമില്ല എന്നതാണ്. അതായത് പരിധിക്കപ്പുറം ഐക്യത്തിനുള്ള ആഗ്രഹം, അഥവാ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് താൻ പറയുന്ന കാര്യത്തോട് മറ്റുള്ളവർ യോജിക്കണമെന്നാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ പാടില്ല, ഐക്യപ്പെടൽ മാത്രം മതി എന്നാണ്. എന്നാൽ അത് സാധ്യമല്ല. മറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ പുരോഗതിയുടെ ലക്ഷണമാണ്. ഈ ഒരു സംഗതി മനുഷ്യനുള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ വിജയങ്ങളും വളരെ സമീപസ്ഥമായിരിക്കും. അദ്ദേഹം പറയുന്നു, സഹിഷ്ണുതയ്ക്കുള്ള കഴിവും മനുഷ്യനുള്ളിൽ ഉണ്ടായിരിക്കണം. അഭിപ്രായ വ്യത്യാസം വളരെ മോശമാണ് എന്ന് ജനങ്ങൾ പറയുന്നു. അഭിപ്രായ വ്യത്യാസം മോശമാണെങ്കിൽ പിന്നെ സഹനത്തിന് സഹിഷ്ണുതയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? സഹിഷ്ണുത ഉണ്ടാകുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. സഹിഷ്ണുത ഉണ്ടാകുന്നത് ഏതെങ്കിലും കാര്യത്തോടുള്ള അഭിപ്രായ ഭിന്നത ഉടലെടുക്കുമ്പോഴാണ്. അപ്പോൾ മനുഷ്യൻ സഹിഷ്ണുത കാണിക്കുകയും ഏതെങ്കിലും രീതിയിൽ നഷ്ടമുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുകയും വേണം. ഇതാണ് എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം. അദ്ദേഹം പറയുന്നു, ഇന്ന് ലോകത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള സംഗതി ക്ഷമ അഥവാ സഹിഷ്ണുതയാണ്. അതായത് ജനങ്ങൾ വ്യത്യസ്ത വിശ്വാസങ്ങളും വ്യത്യസ്ത തത്വങ്ങളും പാലിക്കുന്നവരാണ്. പിന്നെ പരസ്പരം സ്നേഹത്തോടെ കഴിയേണ്ടവരുമാണ്. ഓരോ വ്യക്തിക്കും താൻ എന്താണ് നല്ലതെന്ന് കരുതുന്ന കാര്യത്തിലേക്ക് മറ്റുള്ളവരെ വിളിക്കാനുള്ള അവകാശമുണ്ട്. കാരണം പ്രചാരണങ്ങൾ കൂടാതെ വിജ്ഞാനങ്ങൾ പുരോഗതി പ്രാപിക്കുന്നതല്ല. പക്ഷേ നമുക്ക് അർഹതയില്ലാത്ത സംഗതി മറ്റുള്ളവരുടെ ഹൃദയത്തെ മാറ്റുന്നതിന് മുമ്പേ അവന്റെ നാവിനെയും അവന്റെ കർമ്മത്തെയും മാറ്റാൻ ശ്രമിക്കരുത് എന്നതാണ്. അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നതയുള്ള കാരണത്താൽ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇത് തെറ്റായ കാര്യമാണ്. നാവ് കൊണ്ടോ ചെയ്തികൾ കൊണ്ടോ നിർബന്ധപൂർവം മാറ്റാമെന്നതും തെറ്റാണ്. മനസ്സിനെയാണ് മാറ്റേണ്ടത്. നിർബന്ധപൂർവം ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, മസ്ജിദ് ഇത്തരത്തിലുള്ള ആത്മാവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. ഇസ്ലാം മസ്ജിദിന്റെ പേര് ബൈത്തുള്ള, അതായത് ഈ ഭവനത്തിൽ ആർക്കും പരസ്പരമുള്ള അഭിപ്രായ ഭിന്നതകൾ കാരണം ആരെയും പുറത്താക്കാനോ ബുദ്ധിമുട്ടിക്കാനോ അവകാശമില്ല. കാരണം ഇതൊരു വ്യക്തിയുടെ ഭവനമല്ല, മറിച്ച് ദൈവഭവനമാകുന്നു. പക്ഷേ പാകിസ്ഥാനി മുല്ലാക്കൾക്ക് ഇന്നത് മനസ്സിലാകുന്നില്ല. അവർ ഇതാണ് തങ്ങളുടെ ഇഷ്ടമെന്നും തങ്ങൾ ഇഷ്ടമുള്ളത് പറയാമെന്നും കരുതുന്നു. അഹമ്മദികൾക്ക് പള്ളിയിൽ പോകുന്നതും പ്രയാസത്തിലാക്കിയിരിക്കുന്നു. ഏതായാലും അദ്ദേഹം തുടരുന്നു, ഇത് ഏതെങ്കിലും വ്യക്തിയുടെ ഭവനമല്ല, മറിച്ച് ദൈവിക ഭവനമാകുന്നു. അവന്റെ ശത്രുവിന്റെ ദൈവം തന്നെയാണ് അവന്റെയും ദൈവം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹി ഇസ്മുഹു. അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനങ്ങളിൽ നിന്ന് ജനങ്ങളെ തടയുകയും അവന്റെ ഇബാദത്തുകൾ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ വലിയ അക്രമി മറ്റാരാണ്? ഈ അക്രമം ഇന്ന് പാകിസ്ഥാനിൽ മുല്ലാക്കൾ ഇസ്ലാമിന്റെ പേരിൽ നടത്തി വരുന്നു. അദ്ദേഹം തുടരുന്നു, ചരിത്രത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്തെന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ഒരിക്കൽ യമനിൽ നിന്നുള്ള ക്രിസ്തീയ സംഘം വരികയുണ്ടായി. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവരുടെ ആരാധനയ്ക്കുള്ള സമയമെത്തി. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പുറത്തുപോയി നമസ്കരിച്ചു വരാൻ അനുമതി തേടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുറത്തുപോയി നിങ്ങളുടെ ആരാധന നടത്തേണ്ട കാര്യമില്ല. ഞങ്ങളുടെ മസ്ജിദിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. വിശുദ്ധ ഖുർആന്റെ കൽപ്പനയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർമ്മങ്ങളും വ്യക്തമാക്കി തരുന്ന കാര്യം എന്തെന്നാൽ ഇസ്ലാമിക മസ്ജിദുകളുടെ വാതായനങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവർക്ക് വേണ്ടി എപ്പോഴും തുറന്നിരിക്കുന്നു എന്നതാണ്. ഇസ്ലാമിക ആരാധനാലയങ്ങൾ വിവിധ മതക്കാരുടെ ആളുകളെ ഒരുമിച്ച് കൂട്ടുന്നതിനുള്ള കേന്ദ്രബിന്ദുവാകുന്നു. അദ്ദേഹം പറയുന്നു, ഈ ആത്മാവോടുകൂടി, ഈ വികാരവായ്പോടുകൂടി നമ്മൾ, അതായത് അഹമ്മദിയ ജമാഅത്ത്, ഈ മസ്ജിദിന്റെ നിർമ്മാണത്തിന് ആഗ്രഹിക്കുകയാണ്. അത് ഞാൻ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നു. ഞാൻ ഇന്ന് ഇതിന്റെ ശിലാസ്ഥാപനം വെക്കുന്നതിന് മുമ്പ്
ഒരു കാര്യം വെളിപ്പെടുത്തട്ടെ. മസ്ജിദ് ദൈവികാരാധനയ്ക്ക് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ലോകത്ത് ദൈവത്തോടുള്ള സ്നേഹവും ജനങ്ങൾക്ക് മതത്തിലേക്ക് ശ്രദ്ധയും ഉണ്ടാകണം. അതുകൂടാതെ യഥാർത്ഥ സമാധാനവും പുരോഗതിയും കൈവരിക്കാൻ സാധ്യമല്ല. ഞങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വ്യക്തിയെ ഇതിൽ ആരാധന നടത്തുന്നതിൽ നിന്ന് തടയുന്നില്ല. പക്ഷേ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. ആ വ്യക്തി ഇതിൻ്റെ സംവിധാനത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങൾ പാലിക്കുകയും തങ്ങളുടെ മതപരമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈ മസ്ജിദ് ഉണ്ടാക്കിയവരുടെ ആരാധനകൾ തടസ്സപ്പെടുത്തുകയും ചെയ്യരുത്. ഈ സഹിഷ്ണുതയുടെ ആത്മാവ് ഈ മസ്ജിദ് മുഖേന ഉണ്ടാകുമെന്നും ലോകത്ത് നിന്ന് കുഴപ്പങ്ങൾ ഇല്ലാതാകുമെന്നും സമാധാനവും ശാന്തിയും സ്ഥാപിക്കാൻ ഇത് നിദാനമാകുമെന്നും ജനങ്ങൾ എത്രയും വേഗം യുദ്ധങ്ങൾ ഒഴിവാക്കി പരസ്പരം സ്നേഹത്തോടെ കഴിയുന്നവരായി മാറുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. മനുഷ്യകുലത്തിന്റെ സ്രഷ്ടാവ് ഒരേ അസ്തിത്വമാണെങ്കിൽ പരസ്പരം സഹോദരങ്ങളും സഹോദരിമാരും കൂടുതൽ സ്നേഹത്തോടെ കഴിയേണ്ടവരാണെന്നും പരസ്പരമുള്ള പുരോഗതിക്ക് തടസ്സമുണ്ടാക്കുന്നതിന് പകരം പുരോഗതിക്ക് വേണ്ടി സഹായം ചെയ്യണമെന്നും ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. കാരണം പിതാവ് ഒരിക്കലും തന്നെ അയാളുടെ മക്കൾ പരസ്പരം വഴക്കുകൂടുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ ദൈവവും ഒരിക്കലും അവന്റെ സൃഷ്ടികൾ പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെടുന്നതും ആഗ്രഹിക്കുന്നില്ല. തുടർന്ന് അദ്ദേഹം പറയുന്നു, ഒരേക ദൈവത്തിൽ നിന്നുള്ള വിദൂരത കാരണം യുദ്ധങ്ങളുണ്ടാകുന്നു. അള്ളാഹുവിൽ നിന്ന് വിദൂരപ്പെടുമ്പോൾ യുദ്ധങ്ങളുണ്ടാകുന്നു. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയാണ് ഈ കാലഘട്ടത്തിൽ അള്ളാഹു വാഗ്ദത്ത മസീഹ് അലൈഹി ഇസ്ലാമിനെ അയച്ചത്. ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും പരസ്പരമുള്ള ഭിന്നതകൾ അകറ്റുകയും പരസ്പരം ഐക്യവും സ്നേഹവും ഉണ്ടാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ്. ചുരുക്കത്തിൽ അഹമ്മദിയ ജമാഅത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എല്ലാ തരത്തിലുള്ള കുടിപ്പകയും രാഷ്ട്രീയ യുദ്ധങ്ങളും ഇല്ലാതാക്കുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ എല്ലാ രാജ്യത്തിലെയും സൽഹൃദയരായ വ്യത്യസ്ത മതാനുയായികൾ ഈ പരിശ്രമത്തിൽ അതായത് സമാധാന സംസ്ഥാപനത്തിന് സഹായികളായി മാറുമെന്ന് ഞങ്ങൾ പ്രത്യാശ പുലർത്തുകയാണ്. അതിന്റെ പ്രഭാവവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ അതായത് ആ സമയത്ത് വ്യത്യസ്ത മേഖലയിൽപ്പെട്ട ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വ്യത്യസ്ത സമൂഹങ്ങളുടെ ആദരണീയരായ വ്യക്തിത്വങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് നമ്മൾ ഒരുമിച്ച് കൂടുന്നു എന്നതാണ്. ഇന്ന് 100 വർഷത്തിന് ശേഷവും ഈ കാലഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരുപാട് ആളുകൾ വ്യത്യസ്ത സമൂഹങ്ങളിലെ വ്യത്യസ്ത മതങ്ങളിലെ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ പറയുന്നത് അഹമ്മദിയ ജമാഅത്തിന്റെ വേദിയിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിക്കുന്നു എന്നതാണ്. ഈ മസ്ജിദിൽ അവിടെ മസ്ജിദ് ഫദിൽ നമസ്കരിക്കാൻ പോകുന്നവർക്ക് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി അവിടെ ഒരു ഫലകം സ്ഥാപിച്ചത് കാണാം. അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഇന്ത്യയിലെ പഞ്ചാബിലുള്ള ഖാദിയാൻ കേന്ദ്രമായ അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമായ ഞാൻ മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് ഖലീഫത്തുൽ മസീഹ് സാനി അള്ളാഹുവിന് തൃപ്തി കരസ്ഥമാക്കുന്നതിനും ദൈവിക സ്മരണ ഇംഗ്ലണ്ടിൽ ഉയർത്തുന്നതിനും ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്കും ഞങ്ങൾക്ക് കിട്ടിയ കാരുണ്യത്തിൽ ഭാഗവാക്കാകാൻ കഴിയുന്നതിനും വേണ്ടി ഇന്ന് ഹിജരി 1343 റബിയുൽ അവൽ 20 മസ്ജിദിന്റെ ശിലാസ്ഥാപനം നടത്തുകയാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അവൻ അതായത് അള്ളാഹു അഹമ്മദിയ ജമാഅത്തിന്റെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഈ ആത്മാർത്ഥമായ ശ്രമങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ഈ മസ്ജിദിന്റെ ജനവാസത്തിനുള്ള സംവിധാനം ഉണ്ടാക്കുമാറാകട്ടെ. എപ്പോഴേക്കും വേണ്ടി ഈ മസ്ജിദിനെ നന്മയുടെയും തഖ്വയുടെയും നീതിയുടെയും സ്നേഹത്തിന്റെയും ചിന്തകൾ പരത്തുന്നതിനുള്ള കേന്ദ്രമാക്കുമാറാകട്ടെ. ഈ സ്ഥലത്തെ ഖാത്തമുൻ നബിയീൻ ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെയും ദൈവിക പ്രവാചക പ്രതിബിംബവും മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭക്തദാസരുമായ വാഗ്ദത്ത മസീഹ് ഹദ്റത്ത് അഹമ്മദ് അലി ഇസ്ലാമിന്റെ പ്രകാശകിരണങ്ങൾ ഈ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും പരത്തുന്നതിന് വേണ്ടിയുള്ള ആത്മീയ സൂര്യനാക്കുകയും ചെയ്യണമേ. അല്ലയോ നാഥ, നീ അങ്ങനെ തന്നെ ചെയ്യണമേ. 1924 ഒക്ടോബർ 19. ഈ എല്ലാ ലിഖിത രേഖകളും നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ ദുആകളോടൊപ്പം ഈ മസ്ജിദിന്റെ അടിത്തറയിടുകയുണ്ടായി. വിവിധ പത്രങ്ങളും അത് സംബന്ധിച്ച് കൂടുതൽ വിളംബരപ്പെടുത്തി. ഹദ്റത്ത് മുസ്ലിം മൗദിന്റെ പ്രഭാഷണത്തിന്റെ വിവിധ ഉദ്ധരണികൾ തങ്ങളുടെ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചു. ഞാൻ ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്.
അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ ചുരുക്കമാണ് കേൾപ്പിച്ചത്. വിശദാംശങ്ങൾ ഒരുപാടുണ്ട്. ഏതായാലും താല്പര്യമുള്ളവർക്ക് മുഴുവൻ കാര്യങ്ങളും അതിന്റെ ഒറിജിനലിൽ നിന്ന് വായിക്കാവുന്നതാണ്. ഏതായാലും മസ്ജിദ് നിർമ്മിക്കുകയും 2 വർഷത്തിന് ശേഷം 1926 അതിന്റെ ഉദ്ഘാടനവും നടന്നു. അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് ഫൈസൽ രാജാവ് വരേണ്ടതായിരുന്നു. ഫൈസൽ രാജാവിനോട് പിതാവ് പോകാൻ വേണ്ടി പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് അനുവാദം കിട്ടിയിരുന്നു. പക്ഷേ പിന്നെ മുസ്ലിങ്ങളുടെ പ്രതികരണം കാരണം രാജാവ് അദ്ദേഹത്തെ തടഞ്ഞു. തുടർന്ന് അബ്ദുൽ ഖാദർ സാഹിബാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു, ഞാൻ അഹമ്മദിയല്ല, പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ ഇസ്ലാമിനെ സേവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ അഭിപ്രായ ഭിന്നതകൾക്ക് അതീതമായി പരസ്പരം സഹായിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ തന്റെ ഇടവും ഹൃദയവിശാലതയുമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അള്ളാഹു അദ്ദേഹത്തിന് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഏതായാലും ഇതായിരുന്നു മസ്ജിദ് ഫദലിന്റെ ചുരുങ്ങിയ ചരിത്രം. പാശ്ചാത്യരിൽ ഇസ്ലാമിന് സന്ദേശം എത്തിക്കുന്നതിനാണ് ഈ മസ്ജിദ് ഉണ്ടാക്കുന്നതിന് കാരണമായി തീർന്നത്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നതുപോലെ ഇന്ന് നമ്മൾ ഈ പരിപാടിക്ക് 100 വർഷം പൂർത്തിയാകുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ ഇവിടെ ഒരു ഭൗതിക ആവശ്യത്തിനും വേണ്ടിയല്ല വന്നിട്ടുള്ളത്. മറിച്ച് ഹദ്റത്ത് മുസ്ലിം മൗദിന്റെ നിർദ്ദേശങ്ങളും പാഠങ്ങളും ഹദ്റത്ത് മസീഹ് മൗദ് ഇസ്ലാമിന്റെ വചനങ്ങളും വാക്കുകളും മുഖേന ഞാൻ പറഞ്ഞതുപോലെ മസ്ജിദ് അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യുന്നവർക്ക് വേണ്ടി ഒരുമിച്ച് കൂടാനും ഏകദൈവത്തെ ആരാധിക്കുന്നതിനും ഉള്ളതാണ്. പരസ്പരം അവകാശങ്ങൾ കൊടുത്തു വീട്ടുകയും തങ്ങളുടെ ആത്മീയമായ പരിഷ്കരണത്തിന് ശ്രമിക്കുകയും ഉന്നതമായ സ്വഭാവങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും വേണം. ജനങ്ങൾ അള്ളാഹുവിനെ മറന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മസ്ജിദിന്റെ പ്രാധാന്യം വളരെയേറെയുണ്ട്. അള്ളാഹുവിന്റെ അധ്യാപനം അനുസരിച്ച് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം ഇബാദത്താകുന്നു. അതിൽ നിന്ന് നമ്മൾ ദൂരെ അകന്നുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഇബാദത്തുകളുടെ കടമകൾ നിറവേറ്റുന്നവരാകാൻ ശ്രമിക്കണം. തങ്ങളുടെ ചുറ്റുപാടിലും ജനങ്ങളെയും നമ്മുടെ തലമുറകളെയും യഥാർത്ഥ ജീവിതവും നമ്മുടെ നിലനിൽപ്പും ദൈവിക ആരാധനയിലാണെന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കണം. അവനോടുള്ള കടമകളും അവൻ്റെ അടിയാറോടുള്ള കടമകളും നിറവേറ്റുകയും അവൻ്റെ കൽപ്പനകളെ പാലിക്കുകയും വേണം. അപ്പോഴാണ് നമുക്ക് ലോകത്തെ സമാധാനവും ലജ്ജിപ്പും ശാന്തിയും മുഖേന വിജയപൂർവ്വം നയിക്കാനും അതിൽ ജീവിക്കാനും കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ കുഴപ്പങ്ങളും വഴക്കുകളുമല്ലാതെ ഒന്നും ഉണ്ടായിരിക്കില്ല. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ ഈ ലക്ഷ്യം ഓരോ അഹമ്മദിയും ഓർക്കേണ്ടതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തനിക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയും ഇഷ്ടപ്പെടുക. ഈ അധ്യാപനമനുസരിച്ച് ഓരോ അഹമ്മദിയുടെയും നിർബന്ധ കടമ തബ്ലീഗ്, ഇസ്ലാമിന്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ സന്ദേശം, രഞ്ജിപ്പിന്റെയും സഹവർത്തിത്വത്തിന്റെയും സന്ദേശം ലോകത്തിന് പറഞ്ഞു കൊടുക്കുക എന്നതാണ്. അതാണ് മനുഷ്യന്റെ ഭാവിക്കുള്ള ജാമ്യം എന്ന സംഗതിയും അവരെ ബോധ്യപ്പെടുത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. അതുകൂടാതെ മറ്റൊരു സംഗതി കൊണ്ടും അത് സാധ്യമല്ല. അതില്ലെങ്കിൽ വരുന്ന തലമുറകൾ നാശത്തിന്റെ പടുകുഴിയിലേക്ക് പതിക്കുന്നതാണ്. ഈ യുദ്ധങ്ങൾ മുഖേന അടുത്ത തലമുറകൾ അംഗവിഹീനരും മുടന്തരുമായി ജനിച്ചുകൂടായികയില്ല. ആയതിനാൽ ഈ തലത്തിലും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ മസ്ജിദിന്റെ കടമകൾ പൂർത്തിയാക്കുന്നതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. മസ്ജിദിന്റെ കടമകൾ പൂർത്തിയാക്കുന്നവരാക്കി തീർക്കുമാറാകട്ടെ. കേവലം മസ്ജിദ് മാത്രമല്ല, മറിച്ച് ഓരോ അഹമ്മദിയും ഓരോ സ്ഥലത്തും ഓരോ മസ്ജിദും സജീവമാക്കേണ്ടതാണ്. അതിന്റെ കടമകൾ പൂർത്തിയാക്കുന്നതിന് പരിശ്രമിക്കേണ്ടതാണ്. തങ്ങളുടെ ഇബാദത്തുകളുടെ കടമകൾ നിറവേറ്റാനും അള്ളാഹുവിന്റെ സന്ദേശത്തെ എത്തിക്കുന്ന കടമ പൂർത്തിയാക്കാനും ഇസ്ലാമിന്റെ പ്രചാരണത്തിന്റെ കടമകൾ നിറവേറ്റാനും യഥാർത്ഥ അർത്ഥത്തിൽ മുസ്ലിങ്ങളായി തീരാനും അള്ളാഹു എല്ലാ അഹമ്മദികൾക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അതിനുവേണ്ടിയാണ് അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യദാസനെ അയച്ചത് ഇസ്ലാമിന്റെ പുനരുജ്ജീവനത്തിനും ലോകത്ത് ഇസ്ലാമിന്റെയും ഏകദൈവത്തിന്റെയും ഭരണം സ്ഥാപിക്കുന്നതിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പതാക ലോകത്ത് ഉയർത്തുന്നതിനും വേണ്ടിയാണ്. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ.
الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر